ഫ്രണ്ട്സിനോട് ജിമ്മിനൊക്കെ ടെൻഷനായിട്ട് മൂക്കിൽ പയ വന്ന മതിയായിരുന്നു. അപ്പോൾ വീക്കെ കയറുന്നു, ജിമിൻ നിനക്കെന്തടാ മൂക്കിൽ പോയ വരുന്നത്? എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലല്ലോടാ എന്ന് പറയണോ. ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് പറഞ്ഞു ജിമ്മിനിക്ക് ടെൻഷനായിരുന്നു. ഇപ്പോൾ വാടി വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് ജിമ്മിന് മമ്മി വീട്ടിലുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജിമ്മിന് വന്നു കൂടി പറഞ്ഞു, മമ്മേ ഡാഡി ദാ ടിക്കറ്റ്. എന്താടാ ടിക്കറ്റ് ഇപ്പോൾ? ഇല്ല മമ്മി, നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ ഇപ്പോഴേ. നിങ്ങൾ ഇരുന്ന് പോടോ എന്ന് ജിമ്മിനും പറയണ്ട ടെൻഷനിൽ. എന്താടാ നിനക്ക് പറ്റിയേ പറയണം മമ്മി ഡാഡി. മമ്മിയെ ഇങ്ങനെ പോ, ടിക്കറ്റ് ജിമ്മിന് അർജൻറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പം ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇല്ല മമ്മി നിങ്ങൾ പോയിക്കോ, 1 മന്തിലേക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയായിരുന്നു. എന്താടാ നിനക്ക് പറ്റിയേ മമ്മി എന്ന് പറയായിരുന്നു. ശരിടാ എന്ന് പറഞ്ഞ് അവരെല്ലാവരും പാക്കിങ് ചെയ്ത് ജിമ്മിൻ്റെ അനിയത്തേക്ക് കൺഫ്യൂസ് ആയിരുന്നു. ചേട്ടാ അപ്പം എനിക്ക് നിനക്ക് ഹോസ്റ്റൽ പറ്റി താമസിക്കുക എന്ന് പറയുന്നു. ചേട്ടാ അത് എന്ന് പറയണു. പറയാതെ പടാ ഓടിയിരിക്കായിരുന്നു. എല്ലാവരും തെറിച്ച് ഓടിപ്പോയിരുന്നു. അത് മാത്രം ചേട്ടാ അപ്പം ഞാൻ എൻ്റെ ജിമ്മിൻ്റെ അനിയൻ വന്ന് കേൾക്കായിരുന്നു. നീനു പോടാ ഹോസ്റ്റലിൽ താമസിക്കുക എന്ന് പറയുന്നു. എനിക്കറിയാം ജിമ്മിക്ക് ടെൻഷനായ എന്നാ ലോളിപോപ്പ് എന്നാ ഇടച്ചോ പോ. താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞ് ജിമ്മിൻ്റെ അനിയനോട് തിരിച്ചു ഓടി. ജിമ്മിനൊക്കെ ടെൻഷനായിരുന്നു. ഇവന് 10ാം ക്ലാസ് പഠിച്ച ആരും നമ്പോ കൊച്ചു കുട്ടി തിരിച്ചു പോയിന് എന്നെ ജിമ്മിൻ ടെൻഷനിൽ പറയായിരുന്നു ജിമ്മിൻ്റെ അനിയൻ. അതെ, എല്ലാം എനിക്ക് ടെൻഷനായിരുന്നു. അതുമാത്രമല്ല ജിമ്മിൻ്റെ അനിയത്തി പറഞ്ഞ +2 ആണ് പഠിക്കുന്നത്. അങ്ങനായിട്ട് എല്ലാവരും തിരിച്ചു ഓടിപ്പോയിരുന്നു. അങ്ങനെ ഇപ്പോൾ ജിമ്മിനിപ്പോൾ വരട്ടടി വാടി വീട്ടിലൊക്കെ ശരിയാക്കുത് എന്ന് പറഞ്ഞ ഹീറോ പാട്ട് പാടി ഇങ്ങനെ നിലക്കൊട്ടി ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാതെ ഡ്രസ്സ് ഇട്ടിട്ട് ഹീറോ ഹാപ്പി ആയിട്ട് പാട്ട് പാടി വരാൻ തുടങ്ങിയായിരുന്നു. അതെ, ഹീറോ പറഞ്ഞ് ജങ്കുക്കോട് ക്ലബ്ബ് പാർട്ടിക്ക് പോയിട്ട് വന്നതായിരുന്നു ഹീറോ. അപ്പാ എന്തൊരു ടയർഡ് എന്ന് പറഞ്ഞ ഹീറോ വരായിരുന്നു. ക്ലബ്ബൊക്കെ പോയിട്ട് വന്നോ എന്ന് ജിമ്മിന് ലുക്കിടായിരുന്നു. ഡ്രസ്സ് പറഞ്ഞു ജിമ്മിനൊക്കെ ഡ്രസ്സ് കാണാൻ ടെൻഷനായിരുന്നു. ഹീറോ പോകുമ്പോൾ ഡ്രസ്സ് നല്ല അത്ര ഷോർട്ടൊന്നുമില്ല. ഇപ്പോൾ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വന്നായിരുന്നു. ക്ലബ്ബൊക്കെ പോയിട്ട് വന്ന് അതിൽ കൂട്ടലുണ്ടായിരുന്നു. ക്ലബ്ബൊക്കെ പോയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ക്ലബ്ബ് പറഞ്ഞാൽ ജിമ്മിൻ്റെ ജങ്കുക്കൊരു വീട്ടിൽ കുറച്ച് ക്ലബ്ബ് മാതിരി ഉണ്ടായിരുന്നു. അത് കുറച്ച് ക്ലബ്ബ് മാതിരി എൻജോയ് ചെയ്തിട്ട് പാർട്ടി ചെയ്തിട്ട് വന്നു. ജങ്കുക്കിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം സമാധാനമായി പറഞ്ഞ് ഹീറോ ഡാൻസ് കളിച്ച് അങ്ങനെ വീട്ടിൽ വരുമായിരുന്നു. ജങ്കുക്ക് ഡ്രോപ്പ് ചെയ്ത് പോയിരുന്നു. ബായ് എന്ന് പറഞ്ഞിട്ട് പോയത് ആക്ച്വലി ഇത് ജിമ്മി നോക്കിയായിരുന്നു. വാ എന്ന് വാക്ക് ഹീറോ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇന്ന് പത്ത് ഇന്നൊക്കെ ജിമ്മിന് എന്താ ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്ന് പറയുന്നു. ഒന്നില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ തുടങ്ങി. ജിമ്മിന് പിടിച്ച് എന്താണ് ചെയ്യുന്നടാ ഒന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടുന്ന് മുങ്ങുന്നൊക്കെയായിരുന്നു. ജിമ്മിന് പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. അതായിട്ട് ഹീറോയിനെ കൊണ്ടുപോയി. അതായിട്ട് എല്ലാം നടന്നായിരുന്നു ഹീറോയ്ക്ക് ജിമ്മിനിക്ക്. ഹീറോയിട്ട് വേണ്ട പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് ടോർച്ചർ ജിമ്മിൻ നൈറ്റോളം. അതെ 3 മണിത്തോളം ഭയങ്കര ടോർച്ചർ. അങ്ങനെ രാവിലെ ഹീറോയിൻസ് നോക്കുമ്പോൾ ജിമ്മിന് കിടന്നില്ല. എവിടെ പോയി എന്ന് പറയും. ജിമ്മിന് ബാത്റൂമിൽ കുളിക്കായിരുന്നു. കുളിച്ചിട്ട് റെഡി ആയിട്ടാണ് ജിമ്മിന് ഹീറോയിനെ നോക്കി മുറച്ചതായിരുന്നു. ജിമ്മിന് നോക്കി ഹീറോ മുറിക്കാൻ എന്താണോ അത് ചെയ്ത് വെച്ചായിരുന്നു. അയ്യോ എനിക്ക് വയ്യല്ലോ എന്ന് പറയാം. ഹീറോയ്ക്ക് അറിയായിരുന്നു. അങ്ങനെ ജിമ്മിന് പറയണു വാ ഞാൻ എന്നെ കൊണ്ടുപോയിട്ടാക്കാം എന്ന് പറഞ്ഞു. ബാത്റൂമിൽ കൊണ്ടുപോയിട്ടാക്കി ഡ്രസ്സല്ല ഹീറോയ്ക്ക് ജിമ്മിന് കൊടുത്തായിരുന്നു. ജിമ്മിന് ഒരുമാതിരി സ്മക്ക് ചെയ്ത് കിടന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. എന്നൊക്കെ അറിയാൻ തുടങ്ങിയായിരുന്നു ഹീറോയെ. ജങ്കുക്ക് കോൾ ചെയ്തായിരുന്നു. ജിമ്മിന് ഫോൺ നോക്കിയായിരുന്നു. ജങ്കുക്കിനെ നോക്കിയിട്ട് ഹീറോ ടെൻഷനായിരുന്നു. ജിമ്മിന് മുറയ്ക്കായിരുന്നു ഹീറോ നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞ് ജിമ്മിന് ലുക്കിടായിരുന്നു. ഒന്നുമില്ല എന്ന് ഹീറോ റിയാക്ഷൻ ചേഞ്ച് ആക്കിയായിരുന്നു. ജങ്കുക്ക് കോൾ ചെയ്യുന്നു. എന്താ വരുന്നില്ല കോളേജിലേക്ക്? ഇല്ലടാ ഞാൻ പറഞ്ഞില്ല. എന്ത് പറ്റിയെന്ന് നിനക്ക് നടന്ന കാര്യം മൊത്തം ജങ്കുക്ക് എന്നോട് പറഞ്ഞായിരുന്നു. ഇവൻ വെച്ച് കുറേ ടോർച്ചർ ചെയ്ത് പോയെന്ന് പറയുന്നത് ജങ്കുക്ക് ഷോക്കായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യൂലല്ലോ, ഇതെന്താ ശരിയായത്? നടന്ന കാര്യം പറയാം. ജെമിൻ എന്താ ചെയ്തതെന്ന് ജങ്കുക്ക് പെരുപ്പെത്തിയ ടെൻഷനായതാ. ശരി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അങ്ങനെ കോൾ കട്ടായിരുന്നു. അവൻ ടേസ്റ്റ് പോകുന്ന തുടങ്ങിയായിരുന്നു. ജിമ്മിനെ നോക്കുമ്പോൾ ജങ്കുക്കിനെ ഒട്ടിക്കണ്ട് ജിമ്മിന് വേണം ടോർച്ചർ ചെയ്യായിരുന്നു. ഇങ്ങനെ ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒരുമാതിരിയായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഹീറോയെ പുത്തൊന്ന് മയങ്ങുന്നു. ജങ്കു ഷോക്കായിരുന്നു. എന്ത് പറ്റി പ്രിയ എന്ത് പറ്റി? അങ്ങനെ അതായിരുന്നു അവിടെ നെക്സ്റ്റ് അവിടെ പറഞ്ഞ ഡോക്ടർമാരും ഉണ്ടായിരുന്നു. അവിടെ ചെക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രഗ്നൻ്റാണല്ലോ പറയുന്നു. ഷോക്കായിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് മാരേജ് ആയ കാര്യം എല്ലാവർക്കും അറിയും. ഇവർ ഹസ്ബൻഡ് കോൾ ചെയ്ത് പറയാമെന്ന് പറയുന്നു. ജങ്കുക്ക് ഹലോ ഇത് ഫോൺ വിളിച്ചായിരുന്നു. ജങ്കുക്ക് വിളിക്കുമ്പോൾ ഇവനാ വിളിക്കുന്നത് ജിമ്മിന്. ഹലോ എന്താ നിങ്ങൾ വൈഫ് ഇവിടെ മയങ്ങി വീണിട്ടുണ്ട് വരുന്നവാ? ഇല്ല
ഞാൻ പറയുന്നു വൈഫ് ഭയങ്കര അവിടെ മീറ്റിംഗ് വേണ്ട എന്ത് വേണമെന്ന് ജിമ്മിൻ തെറിച്ച് ഇങ്ങനെ ഹീറോയിനെ നോക്കാൻ വേണ്ടി കോളേജിൽ പോകുന്നു. കോളേജ് ഡോക്ടർ എന്ന് പറയുന്നു. നീ സാർ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എൻ്റെ വൈഫ്. ഓ സാർ നിങ്ങൾ വൈഫാ എന്ന് പറഞ്ഞു. നടന്ന കാര്യം പറഞ്ഞു. ജിമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പോൾ നീ കോളേജിലേക്ക് വേണ്ട എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഹീറോയും ഉറക്കായിരുന്നു ജിമ്മിനെ. ഇല്ല നീ ബേബി അതൊന്നും നോക്കണ്ട. ഇപ്പോൾ ഹീറോയിന് വന്ന് ഡ്രോപ്പ് കൊണ്ടുവന്നിട്ട് ജിമ്മിൻ്റെ പണിയാണ്. ജങ്കുക്ക് പറയായിരുന്നു എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നോക്കിക്കോളാന്ന്. ഞാൻ ജിമ്മിന് പറയണം അങ്ങനെയൊന്നും വേണ്ട. ഇല്ല സാർ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, ഇങ്ങോട്ട് നോക്ക് സാർ, ഈ മിയ എൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അങ്ങനെ 2 പേർക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് മാരേജാണ്. ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ശരി ഓക്കെ എന്ന് പറഞ്ഞ് കണ്ടുകാതിരുന്നായിരുന്നു. അങ്ങനെ ജിമ്മിന് വന്ന് ഡ്രോപ്പ് ചെയ്ത് പോകും. വരുമ്പോൾ ജങ്കുക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെയായിട്ട് ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബി ജനിച്ചായിരുന്നു. ട്രിപ്പിൾസാണ്. ഹീറോയിൻ ജിമ്മിന് നോക്കുമ്പോൾ ഉറക്കായിരുന്നു. ഹീറോയിൻ ട്രിപ്പിൾസ് പറഞ്ഞ 2 ബോയ് 1 ഗേൾ ആയിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ 3 ബേബീസ് വളർന്നു വലുതായി. ഇപ്പോൾ ഹീറോ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടായിരുന്നു. മമ്മി എനിക്കിത് ചെയ്യും മമ്മി, എനിക്ക് സ്കൂൾക്ക് എനിക്ക് യൂണിഫോം, എനിക്ക് തല കെട്ടും മമ്മി എന്ന് പറഞ്ഞു. ബേബി പറയണം, ബോയ് ബേബി പറയണം, 2 പേര് പറയായിരുന്നു. മമ്മി എനിക്ക് ടിഫിൻ വേണോ, അത് വേണോ, ഇത് പറയണം. ജിമിൻ ഞാൻ ഒരു ഒച്ചടക്കെ ജിമിൻ ഓടി വന്നു. എന്താ എൻ്റെ കുട്ടികൾ പോയി നോക്ക്, എനിക്കിവിടെ കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഹീറോ ടെൻഷൻ വഴക്ക് പറയുന്നു. ജിമ്മി എനിക്ക് ടെൻഷനായി. ശരി വാടാ നിനക്ക് എല്ലാം റെഡി എന്ന് പറഞ്ഞിട്ട് ജിമ്മി 3 പേരെ എടുത്തോണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയായിരുന്നു. അങ്ങനായിട്ട് ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിനിപ്പോൾ ബേബീസ് നല്ല കെയറിങ് ചെയ്തായിരുന്നു. ജിമ്മിന് മമ്മി ഡാഡി പറയടാ ഞങ്ങൾ നോക്കിക്കോളാം ശരി എന്ന് പറയായിരുന്നു. അപ്പോൾ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഒരു മാരേജ് പാർട്ടി. ആ പാർട്ടിക്ക് ഹീറോ പോയായിരുന്നു. അവിടെയുള്ള ബോയ്സ് ഹീറോയിനൊക്കെ സൈറ്റ് എടുക്കുക. ഇത് വീട് ജിമ്മിനൊക്കെ ചില സൗണ്ട് അടിക്കും. എൻ്റെ വൈഫിനെ നോക്കാൻ കാലാന്ത്. ഇപ്പം മാരേജ് പാർട്ടി ആയിരുന്നു. ആ മാരേജ് പാർട്ടിക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. ജങ്കുക്കിൻ്റെ വൈഫ് കൂടെ. ജങ്കുക്ക് ബേബീസ് 2 ബേബീസുണ്ട്, ട്വിൻസാണ്. ഹീറോയിൻ്റെ ബേബീസിക്ക് പറഞ്ഞ സ്കൂൾക്ക് പോകുന്നുണ്ട്. അതെ ജങ്കുക്ക് ബേബി 3 വയസ്സുള്ള കുട്ടികളാണ്. അങ്ങനെ ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു. എല്ലാവരും വന്നായിരുന്നു. മാരേജ് പാർട്ടിക്കെല്ലാം വന്നായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.